സ്വന്തം മണ്ഡലത്തെ ലഹരിമുക്തമാക്കാൻ പ്രയത്നിക്കുന്ന എം എൽ എ കുറിച്ചാണത്. കോളേജ് വിദ്യാർത്ഥികളുടെയും കുടുംബശ്രീ പ്രവർത്തകരുടെയും സഹായത്തോടെയാണ് എം എൽ എയുടെ പ്രവർത്തനം. ഓരോ വീടും കയറിയിറങ്ങിയാണ് കുട്ടികളും കുടുംബശ്രീ പ്രവർത്തകരും ലഹരിക്കെതിരെ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിക്കുന്നത്. ഏതാണ് ആ മണ്ഡലം എന്നല്ലേ, ഏതാണ് എം എൽ എ എന്നല്ലേ റിനു ശ്രീധർ തയ്യാറാക്കിയ റിപ്പോർട്ട്. റോഡ്, പാലം, വൻകിട കെട്ടിടങ്ങൾ, ഹൈമാസ് ലൈറ്റുകൾ, ഇത്തരം വികസന പദ്ധതികളാണ് സാധാരണയായി മണ്ഡലങ്ങളിൽ എം എൽ എമാർ കൊണ്ടുവരാറ്. എന്നാൽ വ്യത്യസ്തമായ ചില പ്രവർത്തനങ്ങളിൽ ഇടപെടുന്ന ഒരു എം എൽ എ ഉണ്ട് കേരളത്തിൽ. ആ മണ്ഡലത്തിലാണ് ഞാനിപ്പോഴുള്ളത്. ഞാൻ പറഞ്ഞ അത്തരം പ്രത്യേകതയുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന ഒരു എം എൽ എ, കാട്ടാക്കട മണ്ഡലത്തിൻ്റെ എം എൽ എ IB സതീഷ്, അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സൈന്യവുമാണ് ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നത്. എം എൽ എ, എനിക്കറിയാം സംസ്ഥാനത്ത് ഏറ്റവും പ്രത്യേകതയുള്ള വികസന പ്രവർത്തനങ്ങൾക്കപ്പുറം ചില സർവേകൾ, ചില പഠനങ്ങൾ ഒക്കെ നടത്തിയ ഒരു മണ്ഡലം കൂടിയാണ് ഈ കാട്ടാക്കട എന്ന് പറയുന്നത്. ഇപ്പോൾ ഏറ്റവും പുതുതായി ലഹരിക്കെതിരെ വലിയൊരു ക്യാമ്പയിനാണ് എം എൽ എയുടെ നേതൃത്വത്തിൽ എം എൽ എ ഈ വിദ്യാർത്ഥികളോടൊപ്പം നിന്ന് ചെയ്തിരിക്കുന്നത്. എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? ഞാൻ നിൽക്കുന്നത് മലയൻകീഴ് മാതാകവി മെമ്മോറിയൽ ഗവൺമെൻറ് കോളേജിലാണ്. ഈ കുട്ടികളാണ് കേരളത്തിന് മാതൃകയായ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത്. ഇവർ നമ്മുടെ നാട്ടിൻപുറങ്ങളിലെ വീടുകളിൽ ചെന്ന് 3 ദിവസം താമസിച്ചു. ആ ഗ്രാമങ്ങളെക്കുറിച്ച് പഠനം നടത്തി. ലഹരിയുടെ സാന്നിധ്യത്തെക്കുറിച്ച് അവർ മനസ്സിലാക്കി. ആ വാർഡുകളിൽ, ആ പ്രദേശങ്ങളിൽ അവർ കലാപരിപാടികൾ, സാംസ്കാരിക പരിപാടികൾ സംഘടിപ്പിച്ചു. ലഹരിക്കെതിരായ ബോധവൽക്കരണവും ലഹരിയുടെ സാന്നിധ്യം തിരിച്ചറിയലും ഇതായിരുന്നു ഇവരുടെ ലക്ഷ്യം. കാട്ടാക്കട മണ്ഡലത്തിൻ്റെ നെറുകയിൽ 20 കിലോമീറ്റർ ഞങ്ങൾ മാനവ ശൃംഖല തീർത്തു. മയക്കുമരുന്നില്ലാത്ത കാട്ടാക്കട, മയക്കുമരുന്ന് കാട്ടാക്കടയിൽ വേണ്ട എന്ന ഏറ്റവും ഖണ്ഡിതമായ നിലപാടും അഭിപ്രായവും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രംഗത്ത് വന്നത്. അതിൻ്റെ തുടർച്ചയിൽ കുടുംബശ്രീ പ്രവർത്തകർ 1546 അയൽക്കൂട്ടങ്ങൾ ഒരു ദിവസം യോഗം ചേർന്ന് ദീപം കൊളുത്തി പ്രതിജ്ഞയെടുത്തു. ഇങ്ങനെ എല്ലാ വിഭാഗം ജനങ്ങളെയും അണിനിരത്തിക്കൊണ്ട് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ലഹരിക്കെതിരായ പോരാട്ടം, കാട്ടാക്കടയിൽ മയക്കുമരുന്ന് വേണ്ട എന്ന ആ പോരാട്ടത്തിന് ഊർജം പകർന്നത്, തുടക്കം കുറിച്ചത് ഈ കുട്ടികളാണ്. എം എൽ എക്ക് ഇടവും വലവും നിന്ന ഈ ഒരു സൈന്യമാണ് ഇതിനു വേണ്ടി പൊരുതിയത്. അവരോട് കൂടി നമുക്ക് ചോദിക്കാം, എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു പോരാട്ടം? എന്താണ് എക്സ്പീരിയൻസ്? ഞങ്ങൾ ഏകദേശം 120ഓളം കുട്ടികളാണ് 3 ദിവസത്തോളം 50ഓളം വാർഡുകളിൽ താമസിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇതിനെതിരെ പോരാടിയത്. ഞങ്ങൾ ഓരോ വീട്ടിൽ പോകുമ്പോഴും അവിടുത്തെ അച്ഛനും അമ്മയൊക്കെ ഞങ്ങളുടെ അടുത്ത് അവരുടെ സങ്കടം പറയുവാണ്. അവരുടെ കേൾക്കാൻ ഒരാൾ എന്നതായിരുന്നു അവർക്ക്. അപ്പോൾ ഇപ്പോൾ അവരുടെ വീട്ടിലില്ലെങ്കിലും അപ്പുറത്തെ വീട്ടിൽ എന്താണ് അവസ്ഥ എന്ന് അവർ തന്നെയാണ് ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇത് ഇങ്ങനെയാണ്, അവിടെ അങ്ങനെയാണ് എന്ന് അവർ തന്നെ ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ അതിലൂടെ തന്നെ അവരുടെയിലേക്ക് ഞങ്ങൾക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞു എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. എന്തായാലും കാട്ടാക്കട ലഹരി വിമുക്തമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടലാണ് MLA IB സതീഷിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ലഹരി മുക്ത കാട്ടാക്കട എന്നുള്ള ഒരു സ്വപ്നം, അതിനപ്പുറം ലഹരി മുക്ത കേരളം എന്നുള്ള ഒരു പദ്ധതിയിലേക്ക് സംസ്ഥാന സർക്കാരിൻ്റെ സഹായത്തോടു കൂടി ഇവിടെ നിന്നൊരു തുടക്കം കുറിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. റിനു ശ്രീധർ, 24, തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.